അത്യാവശ്യം വലിപ്പമുള്ള നല്ല അടിപൊളി മാച്ചാനാണ് നമ്മൾ കറക്കിയെടുത്തേക്കണം. കറുത്താവോലി എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ പറയണ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല അടിപൊളി മണമാണ്. പാത്രം തുറന്നപ്പോൾ തന്നെ നമ്മുടെ ബോട്ട് ഫുള്ളോട്ടാണ്. സൂപ്പർ കറി ആയിരിക്കുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തോ. മാച്ചാൻ കറിയാ പീസ് എടുത്ത് വായിലേക്കൊക്കെ രാവിലെ തന്നെ നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതെ ഒരതിഥി വന്ന് നമ്മുടെ ബോട്ടിൻ്റെ കൊമ്പത്തിരിക്കേണ്ട. മുന്നിൽ തന്നെ ഒരു ബോട്ടും വലിച്ചുകൊണ്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു കുക്കിംഗ് വീഡിയോ ഇടണമെന്നുള്ളത്. ഇന്ന് നല്ല അടിപൊളി മാച്ചാങ്കറി വെക്കണ ഒരു വീഡിയോ ഉണ്ട്. നല്ല അടിപൊളി ആകാശമൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും ബോട്ടിൻ്റെ അണിയത്ത് വന്നിങ്ങനെ ഇരിക്കേണ്ട. അപ്പോൾ അണിയത്തിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉള്ളിൽ സവാള ഒരു വാട്ടണതിൻ്റെ ആ ഒരു മണം കിട്ടിയത്. നേരെ നമ്മൾ ക്യാമറ ആയിട്ട് നേരെ കിച്ചണിലേക്ക് ഓടിയിട്ടാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വെന്തുരുക്കിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ ഈ വെളിച്ചെണ്ണയെ കിടന്നിട്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇറക്കിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചാനാണ് എടുത്തേണം. മാച്ചാൻ അതായത് വെള്ളാവോലി ഉണ്ട്, കറുത്താവോലി ഉണ്ട്. നമ്മളിവിടെ കറുത്താവോലി എന്നാണ് മാച്ചാനെ പറയണത്. ബ്ലാക്ക് പോംഫ്രൈറ്റ് ഫിഷ് എന്ന് പറയും. അപ്പോൾ സ്രാങ്കത ഇവിടെ സ്റ്റിയറിംഗും ഇരിക്കുന്നുണ്ട്. വല നമ്മൾ വലിച്ചുകൊണ്ടിരിക്കേണ്ട. ബാക്കി എല്ലാവരും അണിയത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല നീലക്കടലും ഉണ്ട് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. സവാള വാടി ഒരു പരിവായപ്പോഴേക്കും ചുള്ളന്മാരായ നമ്മുടെ തക്കാളിക്കൂട്ടന്മാരെ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അവരും വാടണ വരെ ഒന്ന് കാത്തിരിക്കണം. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ടം അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ ഇപ്പോൾ സ്പീഡ് പണിയാണ്ട് എടുക്കണം. അയിലക്കാണ് ഞങ്ങൾ വലിക്കണത്. കണ്ട, നമ്മുടെ ഫോളോവേഴ്സ് എപ്പോഴും വന്ന് ചോദിക്കണ ഒരു കാര്യമാണ് കടലിലെ കുക്കിംഗ് വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. എപ്പോഴും ഈ പറഞ്ഞ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ നമ്മുടെ കടലിൽ ബോട്ടിൽ പോകുമ്പോൾ കടലിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ട് തരാം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കട്ടെ. നല്ല അടിപൊളി മാച്ചാങ്കറിയുടെ ഒരു വീഡിയോ ആണ്, അതും നടുക്കടലിൽ. അധികം മസാലകളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതെ കുറച്ച് മുളക് പൊടി കേട്ടോ ആവശ്യത്തിനാണിത്. പക്ഷെ കാണുന്നവർക്ക് കൂടുതലായിട്ട് തോന്നിയേക്കാം. അതെന്താണെന്നറിയില്ല. നമ്മുടെ ബോട്ടിലുള്ള എല്ലാവരും കുറച്ച് എരിവ് പ്രിയന്മാരാണ്. അങ്ങനെ മസാലക്കൂട്ടെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി വെള്ളമല്ല, പകരം വാളംപുളി വെള്ളം ഉണ്ട് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഒഴിക്കണത്. കൈവിടാതെ അങ്ങ് ഇളക്കി നല്ല കുഴമ്പ് രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു കപ്പ് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പുറത്ത് കാഴ്ചകൾ കണ്ടിരുന്ന നമ്മുടെ മാച്ചാന ആൻറ്റിച്ചേട്ടൻ പോയിട്ട് എടുത്തിട്ടുണ്ടെന്നിട്ടാ. ഇനി നേരെ നമ്മുടെ ആ ഒരു ചാറിലേക്ക് ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോയിണ്ട. അങ്ങനെ വെട്ടി വെച്ചിരുന്ന നല്ല അടിപൊളി മാച്ചാൻകുട്ടന്മാരെ നേരെ നമ്മൾ ചാറിലേക്ക് ഇടേണ്ട. അങ്ങോട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെമ്മീനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വമ്പൻ പീസുകൾ കണക്കുക. ഒരാൾക്കൊരു മീൻ എന്നുള്ള കണക്ക് കണ്ട. ചുമ്മാ പറഞ്ഞാണ്. അതായത് ഒരു തലയും ഒരു പാലും അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടിയത്. വേറെ എക്സ്ട്രാ പീസുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് എല്ലാത്തിനെയും അങ്ങോട്ട് എണ്ണം പറഞ്ഞ് നേരെ നമ്മുടെ ആ ഒരു ചാറിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു പോയി കഴിഞ്ഞപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. പക്ഷേ മോഡി കാണുന്ന മാച്ചാനല്ല, വറ്റേണ്ട. കാരണം മാച്ചാൻ കഴിക്കാത്ത 1-2 പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വറ്റെടുത്തേനേട്ടാ. തൊട്ടിപ്പുറം തന്നെ ഒരു ബോട്ട് വലിച്ചുകൊണ്ടുണ്ട്. ഇത് ചൂണ്ടപ്പണി കഴിഞ്ഞ് വന്നേണ ബോട്ടാണ്ട. കാരണം ബാക്കിലൊരു വള്ളം കിടക്കുന്നുണ്ട്. ഇപ്പോൾ ചൂണ്ടപ്പണിക്ക് പോകുമ്പോൾ വള്ളവും കൊണ്ടാണ് പോകണത്. കാരണം വള്ളത്തിലൊന്നും ചൂണ്ടിടുക, ബോട്ടിലൊന്നും ചൂണ്ടിടുക കണ്ട. അപ്പോൾ വള്ളത്തിലാരും ഉണ്ടാവില്ല. പണിയെടുക്കാൻ നേരത്ത് മാത്രമേ വള്ളത്തിൽ ആൾ കയറുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 2ാമത്തെ റൗണ്ട് നമ്മൾ തുറന്നു പോയി കഴിഞ്ഞപ്പോൾ അടിപൊളി സ്മെല്ലും പിന്നെ ആ ഒരു ചാറൊക്കെ പയ്യെ വറ്റി മീനൊക്കെ ഓരോന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് നമ്മുടെ ആൻറ്റിച്ചേട്ടൻ. അങ്ങനെ ഇത് നോക്കി നല്ല അടിപൊളി മാച്ചാങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെ തിളവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ചൂടുണ്ട് കേട്ടോ പാത്രത്തിന്. തൊട്ടിപ്പുറം നമ്മളെ രാജീവായി തലവേനായിട്ട് കിടക്കണ്ടേ. ഞാൻ പറഞ്ഞു കയ്യൊന്നും അതുമ്പോൾ കൊള്ളലേട്ടാന്ന് പറഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്. നേരെ നമുക്ക് ചോറ് തിന്നാനായിട്ട് പോകാം. ഞങ്ങളെല്ലാം വിളമ്പം തന്നെ പോകും.
കുഞ്ഞച്ചൻ ചേട്ടൻ പറഞ്ഞെന്താന്ന് മനസ്സിലായ, ഞങ്ങളെ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടേച്ച് പോകുന്നാണ്ട പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് വോയിസ് ചെയ്യണത് വീട്ടിൽ വന്നിരുന്നാണ്ട ഞാൻ. പക്ഷേ ഇപ്പം ഈ മീൻകറി കാണുമ്പോൾ തന്നെ എൻ്റെ വായിന്നും വെള്ളം വരെയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? അത് നോക്കി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഈ ഒരു മീൻകറി. എല്ലാവർക്കും എന്തേ തല എണ്ണ എടുത്ത് കൊടുക്കണം ആദ്യം തന്നെ. എന്തല്ല ഒന്നാം ദിവസം രാവിലത്തെ കറി 7 മണിയാകുമ്പോൾ ചോറിനാകുമ്പേ മാച്ചാൻ കറിയാ പീസ് എടുത്ത് വായിലേക്കൊക്കെ മാച്ചാൻ കണ്ടാലും മതി വരാത്ത കടലും ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ബോട്ടിൻ്റെ അണിയത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. നോക്കി എന്താ ഭംഗിന്ന് കണ്ട. അപ്പോൾ കുറച്ച് കറിയും കുറച്ച് ചോറും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഇവിടെ നല്ല അടിപൊളി മാച്ചാൻ്റെ തലയുണ്ട് കേട്ടോ. മാച്ചാൻ്റെ തലയും അതുപോലെ ആ ഒരു വാലിൻ്റെ പീസും നടുക്കഷ്ണവും ഉണ്ടാവുള്ളത്. 2 പീസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, 2 പീസാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പീസ് ഇങ്ങനെ എടുത്തിട്ട് നല്ല അടിപൊളി ചോറിലിങ്ങനെ മിക്സ് ചെയ്ത ആ ഒരു എന്താ പറയുക, ഒരു ചോറിനകത്ത്, ആ ചൂടൻ ചോറിനകത്ത് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നു സാറേ വേറെ ലെവല്. ഇടത് കൈയാണ്ടത്, അത് ക്യാമറയുടെ കുഴപ്പമാണ്, ഞാൻ വലത് കൈക്കാണ് തിന്നണത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.